രമണി എവിടെ കിടക്കുന്നത്? ഏത് രമണി? രാത്രി ഇവിടെ കൊണ്ടുവന്ന മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. ആ ലേബർ കേസ് അല്ലേ, അത് കഴിഞ്ഞു. പേടിക്കണ്ട, പ്രസവിച്ചു എന്നാ പറഞ്ഞേ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. മരുന്ന് വേണ്ടി വന്നില്ല. ഇത് എവിടുന്ന് കിട്ടി? കട തുറപ്പിച്ചു. അതിനൊക്കെ മിടുക്കനാണല്ലോ. പെൺകുട്ടിയാ? ആദ്യത്തെ മോളാ. ഞാൻ തുളസിയിലിട്ട് നോക്കി. രവിക്ക് ഉറപ്പായിരുന്നു പെൺകുട്ടിയാവുന്നു. കാണണ്ടേ? വേണ്ട. പിന്നെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞാനങ്ങ് പോവും. കടയിൽ ആ ചെക്ക മാത്രമേ ഉള്ളൂ. കൊച്ചമ്മ എന്റെ കൂടെ പോരും. കൊച്ചമ്മയുടെ ജീവൻ കോഴിക്കൂട്ടില്ല. പിന്നെ കഞ്ഞിയും തുണിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. വരണവരെ ഇവിടെ ഉണ്ടാവണം. ഞാനോ? പിന്നെ അല്ലാണ്ട് ആരാ ഉള്ളേ? അതും ഉള്ള. പറഞ്ഞില്ലേ നമ്മുടെ രവിയുടെ പെണ്ണ് പെറ്റ്. ഏത്? നമ്മുടെ ചത്തുപോയ രവിയുടെയാ? ആ അതിനിപ്പോ എന്താ, അത് പതിവുള്ളതല്ലേ? പതിവുള്ളൊക്കെ തന്നെയാ, പക്ഷെ മുഖച്ചായ ചന്ദ്രുവിന്റെയാ. ഒന്ന് പോടാ, വെറുതെ പുളു പഠിക്കാതെ. ഞാൻ കണ്ടില്ലേ, കുന്നിലെ അമ്മണി ചേച്ചി ശങ്കരേട്ടന്റെ മോളും കൂടി കാണാൻ പോയിട്ട് വന്ന് പറഞ്ഞ വിശേഷമാ. ചന്ദ്രു അവിടെ കാവലാ. വെറുതെ അനാവശ്യം പറഞ്ഞു പറ്റരുത്. അവൻ ഈ നാട്ടിൽ വന്നിട്ട് 2 മാസമല്ലായുള്ളൂ. രവി മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നെന്ന് ദേ ഞാൻ പറഞ്ഞെടുത്ത് കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ വിശ്വസിക്കണില്ല. ആ തള്ളി ഇത്തിരി കേമിയാണെങ്കിലും ആ പെണ്ണ് പഞ്ചപാവ. പാവങ്ങളല്ലേ കുഞ്ഞപ്പാ കല ഉടയ്ക്കുന്നേ. കുഞ്ഞപ്പേട്ടാ, ഉരുപ്പണം. ഈ മാസത്തെ നടക്കൊന്ന് ശരിപ്പെടുത്തി തരാൻ മുതലാളിനോട് ഒന്ന് പറയണം കേട്ടോടാ. നേരിട്ട് പറഞ്ഞാ മതി. നീ ഇന്ന് വീട്ടിൽ പോകുമ്പോ ഞാൻ ഇന്ന് വരാൻ ഇത്തിരി വൈകുമെന്ന് പറഞ്ഞേക്കാം. ശരി. ഇവന്റെ ഈ പോക്കത്ര ശരിയല്ലല്ലോ. മാറിയില്ലെങ്കിൽ സൈക്കിൾ ചെയ്യാൻ മുട്ടിക്കും. ഓ, രമേശനായിരുന്നോ? ഞാൻ വിചാരിച്ചു ആ രാമനാരുടെ അടുത്ത ഗോപി ആയിരിക്കുന്നു. ആ ചെക്കൻ എന്നെ കാണുമ്പോ ഒരുതരം ഇളക്കാ. അതിന് ഇങ്ങനെ വഴി കൊടുക്കാണ്ടിരുന്നാൽ എങ്ങനെ? ദേ, എല്ലാവരും എന്നെ പോലെ അല്ല കേട്ടോ. എന്റെ അടുത്ത് വേലത്തരം കാണിക്കും. എന്റെ അപ്പനോട് പറഞ്ഞ അവനുണ്ടാവില്ല, അവന്റെ സൈക്കിളും ഉണ്ടാവില്ല. ചട്ടമ്പേത്തരത്തിന് മോളിക്കുട്ടിയുടെ കയ്യിലും ഉണ്ടല്ലോ. എവിടെയാ പോയത്? ടൗണില് പരീക്ഷ ഫീസ് അടയ്ക്കാൻ. ഒരു ചായ. രാജമ്മോ. ഓ, ചന്ദ്രൻ ഇങ്ങോട്ട് വന്നോടി. കാലത്ത് വന്നു. മണലും കൊണ്ട് പോയിട്ടുണ്ടാവും. മണിക്കൂർ 3 ഞാൻ അവനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ പറ്റിക്കരുത് മനുഷ്യരെ. എന്തേ? അവിടുന്ന് പോന്നേ പിന്നെ അവനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 10 കാശും തന്നിട്ടില്ല. ഇങ്ങനെയായാലും എങ്ങനെയാ? നിങ്ങളുടെ മോള് പെറ്റിക്കിടക്കുന്നതിന് അങ്ങേർക്കെന്താ? ഇതിത്തിരി കടന്ന കൈ ആയിപ്പോയി. ഭാരം മുഴുവൻ താങ്ങാൻ അയാൾ നിങ്ങളുടെ ആരാ? അതിന് നിനക്കെന്താ അത്ര വലിയ കണ്ണുകടി? എല്ലാവരും പോലെ നീയും തുടങ്ങിയോ? എനിക്കൊരു കണ്ണുകടിയില്ല. പക്ഷേ ഇത്തിരി നേരം നിറയും കാണിക്കണം. ആ മനുഷ്യൻ കാറ്റത്ത് വീണ കരിയില പോലാണെന്ന് വെച്ച് മുതലാക്കുന്നതിന് ഒരു അതിര് വേണം. നാട്ടുകാർ കേട്ടാ എന്ത് പറയും? എന്തു പറയാനടി? കൂടി വന്നാ പറയും ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നു. അത്രയല്ലുള്ളൂ. അത് ഞങ്ങളങ്ങ് സഹിച്ചടി. അല്ലേ അവളോട് ഒരു നേരും നെറി. ഞാനമ്മല്ലേ ആള്. കോലോത്തും കാവൽ ഉത്സവത്തിന് വന്ന ആനക്കാരൻ മാധവൻ. ആനയും വേണ്ട പൂരവും വേണ്ടെന്ന് വെച്ച് കൂടെ കൂടിയതല്ലേ. മോളും ആ ചെക്കനെ സ്നേഹിച്ചു കൂടിയതല്ലേ. ആ വിദ്യകളൊന്നും ജാനമ്മയ്ക്കും മോക്കും ആരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട. ഈ മനുഷ്യൻ അതിലൊന്നും വീഴുന്ന ആളല്ല. നീ ഒരു കൈ നോക്കിയോടി രാജമ്മേ.
ചിരിക്കാൻ? ആ ഒരു തരം കിറുക്ക്. എനിക്ക് എന്തൊരു കൊതിയാന്നോ, ഒരാണിന്റെ പിന്നാലെ പുടവയും ചുറ്റി മുറുക്കി ചോപ്പിച്ച് കളിതമാശയും പറഞ്ഞ് ഉത്സവത്തിന് പോവാൻ. എന്നെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോവോ? വരും ആ വഞ്ചിക്കാരൻ മാപ്പിള. വരില്ല. വന്നാലും അടിച്ചതിനകത്ത് കേറ്റൂല. ദുഷ്ടൻ. നിങ്ങൾക്കതൊന്നും അറിയില്ല. പെണ്ണ് പഴിച്ചതിലേ കുറ്റമുള്ളൂ. പഴിപ്പിച്ചവന് ഒരു കുറ്റമില്ല. കൊല്ലണം എല്ലാറ്റിനെയും. ചിരിച്ചോ? അതല്ലേ കഴിയും എല്ലാവർക്കും. മാനവും ജീവിതവും പോയി, കുടുംബം തകർന്നു. എല്ലാരും ചിരിക്കായിരുന്നിട്ടും ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ ജീവിച്ചു. പിഴച്ചുണ്ടായതാണെങ്കിലും എന്റെ കുഞ്ഞിനെ ജീവനോടെ തന്നാ മതിയായിരുന്നു. അതും തന്നില്ല ദൈവം. വേണ്ട. നീ പോവാ? നന്നാവുന്നുണ്ട്. അരമണിക്കൂറായി കണ്ണാടി നോട്ടം തുടങ്ങിയിട്ട്. നീ പോടാ. ചേച്ചിയുടെ മനസ്സിൽ ഏതാണ്ടുണ്ട്. കുറച്ചു നാളായി ഞാൻ കാണുന്നു. പണ്ടെങ്ങുമില്ലാത്ത ഒരുക്കവും വർത്തമാനത്തിനൊരു മയവും. എന്താ കാര്യം? ഞാനേ കല്യാണം കഴിക്കാൻ പോവാ. ആരെ? ഒരു മോരിക്കുട്ടിയെ. വായിക്കണ്ട, നല്ല രസമുണ്ട്. ചായക്കാണോ? അയ്യോ, തീ കെടുത്തി. വേണമെങ്കിൽ ഇപ്പൊ ഇട്ട് തരാം. വേണ്ട, ഞാൻ അങ്ങാടി നിന്ന് വിളിച്ചോളാം. കേറിയത് വേറൊരു കാര്യം പറയാനാ. നാളെ രമണീനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാ. വരത്തില്ലേ? വണ്ടിക്കാ? വണ്ടിക്ക് ഇത്തിരി പണിയുണ്ട്, ബസ്സിന്. അല്ലെങ്കിൽ ഞാനില്ല. വേണ്ട, ഞാൻ വന്നാ വരാണ്ടിരിക്കുക നല്ലത്. എങ്കിൽ എനിക്ക് പോകണ്ടല്ലോ വെച്ചിട്ടാ. ശല്യമായി. ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ തള്ളേനെ ഇഷ്ടാ? എന്താ അങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ചും ആരോടും ഇഷ്ടമൊന്നുമില്ല. രമണിയോട്? നീ എന്റെ വായിരിക്കണ നല്ല വാക്ക് കേൾക്കണം. അതിനാണ് ഈ വക ചോദ്യങ്ങളൊക്കെ. ചേച്ചി, മൂരിക്കുട്ടിയാണോ? മൂരിക്കുട്ടിയല്ല, പോത്ത്. കുഞ്ഞപ്പോ, ഓ ഒരു കാഴ്ച കണ്ട? കുഞ്ഞപ്പോ, ഇപ്പൊ കേട്ടതിൽ കഴമ്പുണ്ടോ ഇല്ലയോ? സംഗതി കോളാണ്. കറവേയും കുട്ടി അടക്കമാണല്ലോ കിട്ടിയത്. ഞാൻ പിടിച്ചോളാം. ചന്ദ്രേട്ടൻ വരണമെന്നില്ല. ആളുകൾ പറയുന്ന കേട്ടോ. ആളുകളെ പേടിച്ച് ജീവിക്കാനൊക്കോ? മോവാ, ഇവളിങ്ങനെയൊക്കെ പറയും. ഞാൻ വരാം, നിങ്ങൾ വിളിക്കോ. വരണുണ്ട്.
ഏതാ നിന്റെ ബലത്തിലാ ഞാൻ പറഞ്ഞത്. കുഞ്ഞപ്പ, എന്തോ? ഒരു കാഴ്ച കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടോ. ഓ, തിരിച്ചു ചോദിക്കണമെന്ന് മോഹമുള്ളവർ ഇപ്പൊ ചോദിക്കണം. രാത്രി പാത്രം പതുങ്ങി വന്നേക്കരുത്. പോയിക്കോട്ടെ. ആഹാ, രാജമ്മ ചേച്ചിയോ? ചേച്ചിയെ പിന്നെ കണ്ടേയില്ലല്ലോ ഇങ്ങോട്ട്. കടയിൽ ആള് വേണ്ടേ? ആഹാ, കുളി കഴിഞ്ഞ് സുന്ദരിയായി പൊട്ടൊക്കെ തൊട്ട് ഇരിക്കുകയാണ് എന്റെ മോള്. ഓ കരയല്ലേ എന്റെ പൊന്ന്, കരയല്ലേ. വല്യമ്മ ഒരു സാധനം തരാ എന്റെ മോക്ക്. കൈ നിറച്ച് കരിവള. എന്തിനാ ചേച്ചി ഇതൊക്കെ? എന്റെ പൊന്നിനാ അല്ലേ, എന്റെ തങ്കക്കുടത്തിന്. ആ എപ്പഴ ഓ ആ ഇനി ഈ കൈ. ആ അങ്ങനെ. മൂപ്പര് വന്നില്ലേ? ആരാ? ചന്ദ്രേട്ടനോ? ഉം. വന്നു. മടുത്തിട്ടുണ്ടാവും ഞങ്ങളെ കൊണ്ട്. പാവം, നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ പറയണ എന്തിനാ? നിന്റെ അമ്മ പറയിപ്പിക്കണതാ. ഞാൻ എന്താണ് പറയിപ്പിക്കുന്നത്? ദേ തണ്ടും തടിയുള്ള ആണുങ്ങളെ കാണുമ്പോഴേ ചിലർക്ക് ഇരിക്ക പൊറുതിയില്ലെന്നറിയാം. ആ ആശയൊന്നും നടക്കില്ലടി. കൊച്ചമ്മേ, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. എന്റെ അറിയത്ത് വന്നിരുന്ന നീ പിന്നെ ആരോടാടി പറഞ്ഞേ? കടവത്ത് വന്നു പോണ ആണുങ്ങളെ കണ്ണും കൈയും കാണിക്കാൻ നീ അത്ര നേരുകാര്യൊന്നും ആവണ്ട. ദേ തള്ളേ, തോന്നിയാസം പറഞ്ഞ വയസ്സും പ്രായമൊന്നും ഞാൻ നോക്കില്ല. നീ എന്ത് ചെയ്യോടി? അമ്മയ്ക്കൊന്നും മിണ്ടായിരിക്കാവോ? എടി, എന്റെ കൊച്ചിന് എന്തിനാ അവളുടെ കയ്യിൽ കൊടുത്തത്? കൊല്ലുവിളി രാക്ഷസേ. അയ്യോ, എന്റെ കൊച്ചങ്ങ് തളർന്നു പോയി. ചേച്ചി, എന്തു പറ്റിയുടെ മോനെ? പോട്ടട മോനെ. അയ്യോ കണ്ണ. മനുഷ്യന്മാരായ നന്ദി വേണം, നന്ദി. ചത്താലും ജനിച്ചാലും അവളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ തിരിഞ്ഞു നോക്കാൻ? ഓ, അവളില്ലെങ്കിൽ ഞങ്ങളോട് ഇന്ന് കൂരിയും പൊളിച്ചു പോയേനെ. അവൾ ആരാ മോളെന്നറിയാമോ? അറിയാം, മറ്റു പലരെക്കാളും ഭേദമാണ് അവള്. കേട്ടോടി, കീരിയും പാമ്പും പോലെ ഇരുന്നതാ. ഇപ്പൊ കണ്ട അങ്ങനെയാ മിടുക്കുള്ള പെൺകുട്ടിയോളൂ. അസത്ത് നാശം പിടിച്ചത് എന്റെ വയറ്റ് ജനിച്ചല്ലോ. അവളുടെ ഒരു സോപ്പും പൗഡറും നാശിച്ചവള് വരട്ടെ കൊണ്ട്. അവൾ എന്നോടെ കളിക്കുന്നതല്ലേ?